പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല മാസത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കത്തോലിക്ക കുടുംബങ്ങളുടെ മുഖമുദ്രയായിട്ടുള്ള ജപമാല പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ കുറവുകളും നിറവുകളൊക്കെ ദൈവത്തിനു മുമ്പിൽ മുട്ടുമെന്ന് പ്രാർത്ഥിക്കാൻ കാലങ്ങളായിട്ട് ദൈവം നൽകിയ വലിയ പ്രാർത്ഥനയുടെ നിമിഷമാണ് ജപമാല പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. എത്രയോ ജപമാലകൾ നമ്മുടെ കൈകളിലൂടെ കടന്നുപോയി. കണ്ണീരിൻ്റെ സമയത്തും സന്തോഷത്തിൻ്റെ സമയത്തും സമാധാനത്തിൻ്റെ നേരത്തും അന്നും ഇന്നും നമ്മുടെ കരങ്ങളുണ്ടായത് ഈ ജപമാല മാത്രമാണ്. വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും ജപമാലകൾ ചൊല്ലി നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്നാണ് ജപമാലയിലെ ഹൃദയമൊന്ന് സ്വന്തമാക്കുക? പരിശുദ്ധ അമ്മയുടെ നന്മയുള്ള ജീവിതത്തിൻ്റെ ഹൃദയവും പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് സമ്മാനിച്ച വലിയ ദാനമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും സമ്മാനിക്കുന്ന ജപമാല മണികളിലെ ഹൃദയം എന്നാണ് നമ്മൾ സ്വന്തമാക്കുക? നമ്മുടെ ഇരുന്നിങ്ങനെ ജപമാല മണികളിങ്ങനെ പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെന്ന് പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ നന്മയുള്ള അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാകാൻ, ഈ അമ്മയുടെ മകൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമാകാൻ? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളുമൊക്കെ ഈ ജപമാല മണികൾ ഹൃദയം ചേർത്ത് ഒരു നവഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹൃദയമാറ്റ ശസ്ത്രക്രിയയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ, വെമ്പലുകളിൽ, വ്യത്യസ്തങ്ങളായ നിമിഷങ്ങളിൽ, പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിലൊക്കെ ഈ ജപമാല മണികളിൽ ഹൃദയം ചേർത്ത് വെച്ച് ഒരു നവഹൃദയത്തിലേക്ക് ഈ ജപമാല മാസം നമ്മളെ കഴിക്കട്ടെ. പ്രാർത്ഥനയുടെ ഈ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ, അനുഗ്രഹത്തിൻ്റെ നീർച്ചൊരയ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല മണികളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നിൻ്റെ നിറവുള്ള ജീവിതത്തിൻ്റെ കൽഭരണിയിൽ, കുറവുള്ള ജീവിതത്തിൻ്റെ കൽഭരണിയിൽ ഇന്ന് സ്വന്തമാക്കാം പരിശുദ്ധ അമ്മയുടെ, ഈശോയുടെ ഈ ജപമാല മണികളിൽ ഒരു നവമായ ഹൃദയം എനിക്ക് നിനക്ക് സ്വന്തമാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.